ബി.ജെ.പിയുടെ ഏകദിന സംസ്ഥാന ശില്പശാല കോട്ടയത്ത് സമാപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ യോഗം ചർച്ച ചെയ്തു. തദ്ദേശ മുന്നേറ്റത്തിനായി 100 ദിന കർമ്മ പദ്ധതിക്ക് ബി.ജെ.പി രൂപം നൽകി. ഓഗസ്റ്റ് 1 മുതൽ വാർഡ് തല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ അവലോകനം, ഇതിനായി 100 ദിന കർമ്മ പദ്ധതിക്ക് ആസൂത്രണം നൽകൽ, വാർഡ് തല പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കം ഇവ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു സംസ്ഥാന ശില്പശാലയുടെ പ്രധാന അജണ്ട. ഓഗസ്റ്റ് 1 മുതൽ വാർഡ് തല പ്രവർത്തനങ്ങൾക്ക് ബി.ജെ.പി തുടക്കം കുറിക്കും. ബി.ജെ.പി ശ്രീ രാജീവ് ചന്ദ്രശേഖർജി സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം 30 സംഘടനാ ജില്ലകളിലേക്കുള്ള പ്രഭാരിമാരെ കഴിഞ്ഞ ദിവസം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആ 30 ജില്ലാ പ്രഭാരിമാരുടെയും ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാരുടെയും യോഗമാണ് ഇന്ന് ശില്പശാലയാണ് നടന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും വരുന്ന 100 ദിവസത്തേക്കുള്ള കർമ്മപരിപാടി തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു ശില്പശാലയുടെ ഉദ്ദേശം. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ 100 പരിപാടിക്ക് പാർട്ടി രൂപം കൊടുത്തിട്ടുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിനാണ് ഇന്നിപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വാർഡ് തലത്തിൽ വാർഡ് മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ ആഗസ്റ്റ് മാസത്തോടുകൂടി നിലവിൽ വരും. ആ മാനേജ്മെൻറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നടത്തും. ഓഗസ്റ്റ് 1 മുതൽ 10 വരെയുള്ള വാർഡ് സമ്മേളനങ്ങൾ ഈ പ്രവർത്തനത്തിന് തുടക്കമായിരിക്കും. അതനുസരിച്ച് ഘട്ടം ഘട്ടമായിട്ടുള്ള രാഷ്ട്രീയവും സംഘടനാപരമായുള്ള പരിപാടികൾക്കാണ് ഇന്നത്തെ ശില്പശാലയിൽ രൂപം കൊടുത്തിട്ടുള്ളത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്ത ശില്പശാലയിൽ സംഘടന ജില്ലാ അധ്യക്ഷന്മാർ പങ്കെടുത്തു. മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ യോഗത്തിൽ സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാന സെക്രട്ടറിമാർ, സംസ്ഥാന ഉപാധ്യക്ഷന്മാർ, പ്രഭാരിമാർ തുടങ്ങി സംഘടനാ പ്രതിനിധികളും ചർച്ചകൾക്ക് നേതൃത്വം നൽകി. രാവിലെ 11 മണി മുതൽ 5 മണി വരെ കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസായ എ ബി വാജ്പേയി ഭവനിലായിരുന്നു ശില്പശാല നടന്നത്. ജനം, കോട്ടയം.